നിന്ന് പറന്നുയരുന്ന ഒരു വിമാനം മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ശത്രു താവളങ്ങൾ തകർത്ത് തിരികെ സുരക്ഷിതമായി നമ്മുടെ മണ്ണിൽ വന്നിറങ്ങുന്നു. മിസൈലിന്റെ വേഗതയും വിമാനത്തിന്റെ നിയന്ത്രണവും ഒത്തുചേരുന്ന ഒരു അത്ഭുത ആയുധം. ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇത്തരമൊരു റീയൂസബിൾ ഹൈപ്പർസോണിക് എയർ വെഹിക്കിൾ സ്വന്തമാക്കാനാണ്. ഇത് കേവലം ഒരു വിമാനമല്ല, മറിച്ച് ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഹൈപ്പർസോണിക് വാഹനമാണ്. എന്താണ് ഈ പ്രോജക്റ്റ്? ഇത് ഇന്ത്യക്ക് നൽകുന്ന കരുത്ത് എന്താണ്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഹൈപ്പർസോണിക്കിനെ കുറിച്ച് സംസാരിക്കാം. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് ഹൈപ്പർസോണിക് എന്ന് വിളിക്കുന്നത്. നിലവിൽ ലോകത്ത് ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട്, പക്ഷെ അവ ഒരിക്കൽ പ്രയോഗിച്ചാൽ നശിച്ചു പോകും. എന്നാൽ ഇന്ത്യൻ എയർഫോഴ്സ് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ വാഹനം റീയൂസബിൾ ആണ്. അതായത് ഒരു ദൗത്യം കഴിഞ്ഞ് ഇത് തിരിച്ചിറങ്ങും. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത ദൗത്യത്തിന് ഇതിനെ വീണ്ടും സജ്ജമാക്കാം. സാധാരണ വിമാനങ്ങൾക്കും സാറ്റലൈറ്റുകൾക്കും ഇടയിലുള്ള ഒരു പ്രത്യേക മേഖലയിലാണ് ഇത് പ്രവർത്തിക്കുക. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ അപ്രവചനീയമായ സഞ്ചാര പഥമാണ്. സാധാരണ സാറ്റലൈറ്റുകൾ ഒരു നിശ്ചിത പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ശത്രുക്കൾക്ക് ഇത് ട്രാക്ക് ചെയ്യാനും ഒളിച്ചിരിക്കാനും എളുപ്പമാണ്. എന്നാൽ ഈ ഹൈപ്പർസോണിക് വാഹനം വിമാനങ്ങളെ പോലെ എപ്പോൾ വേണമെങ്കിലും പാത മാറ്റാൻ കഴിയും. അമിത വേഗതയും വളരെ ഉയർന്ന ഉയരത്തിലുള്ള സഞ്ചാരവും കാരണം നിലവിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഇതിനെ തകർക്കാൻ കഴിയില്ല. ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് അതിവേഗം വിവരങ്ങൾ ശേഖരിക്കാനും അതീവ രഹസ്യമായ നീക്കങ്ങൾ നടത്താനും ഇതിലൂടെ സാധിക്കും. ശത്രു രാജ്യങ്ങൾ വലിയ മിസൈൽ പ്രതിരോധ കോട്ടകൾ കെട്ടിപ്പടുത്തിട്ടുണ്ടാകാം. അവിടേക്ക് സാധാരണ വിമാനങ്ങൾക്ക് കടന്നു ചെല്ലുക അസാധ്യമാണ്. എന്നാൽ ഈ ഹൈപ്പർസോണിക് വാഹനം ആ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കും. മിന്നൽ വേഗത്തിൽ ശത്രുവിന്റെ കമാൻഡ് സെന്ററുകളോ മിസൈൽ ലോഞ്ചറുകളോ തകർത്ത് തിരികെ വരാൻ ഇതിന് കഴിയും. ഇത് ഇന്ത്യക്ക് നൽകുന്ന തന്ത്രപരമായ മേൽക്കൈ വളരെ വലുതാണ്. ദിവസങ്ങൾ വേണ്ടിവരുന്ന സൈനിക നീക്കങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ ഇതിന് സാധിക്കും. യുദ്ധം മാത്രമല്ല, ബഹിരാകാശ രംഗത്തും ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. യുദ്ധസമയത്ത് നമ്മുടെ സാറ്റലൈറ്റുകൾ ശത്രുക്കൾ തകർത്താൽ പകരം പുതിയവ എത്തിക്കാൻ വലിയ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുക എന്നത് സമയമെടുക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ഹൈപ്പർസോണിക് വാഹനത്തിന് ഒരു സ്പേസ് ലോഞ്ചറായി പ്രവർത്തിക്കാൻ കഴിയും. ഇത് അന്തരീക്ഷത്തിന്റെ മുകൾ തട്ട് വരെ പോയി ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കും. കൂടാതെ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും അത്യാവശ്യ മരുന്നുകളോ സൈനിക ഉപകരണങ്ങളോ മിനിറ്റുകൾക്കുള്ളിൽ എത്തിക്കാനും ഭാവിയിൽ ഇതിന് സാധിച്ചേക്കാം. 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങൾ. വെറും ഒരു ആകാശ ശക്തി എന്നതിലുപരി ഒരു ബഹിരാകാശ ശക്തിയാകാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. DRDO, ISRO എന്നിവരുടെ സഹകരണത്തോടെ IAF ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. വെറുമൊരു യുദ്ധ വിമാനത്തിനപ്പുറം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു മഹാവിസ്ഫോടനമായിരിക്കും ഈ റീയൂസബിൾ ഹൈപ്പർസോണിക് വെഹിക്കിൾ.